ഷേഖ് ഹസീന എന്തായാലും ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന് അഭയം തേടിയിട്ടുണ്ട്. ഇനി ബംഗ്ലാദേശിൽ ആരായിരിക്കും പ്രധാനമന്ത്രിയായി വരിക? ആശയങ്ങൾ അല്ല ഈ വളരെയധികം പ്രചാരണങ്ങൾ പലരുടെയും പേരിലുണ്ടെന്നൊക്കെ കേൾക്കുന്നു. സാറേ, ആരായിരിക്കും ഇനി ബംഗ്ലാദേശിലൊരു പരമാധികാരിയായി വരിക? ഇപ്പോൾ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ആ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നാഹിദ് ഇസ്ലാം എന്ന് പറഞ്ഞ കൺവീനർ, 187 കൺവീനർമാരിൽ ഒരാൾ, അദ്ദേഹമാണ് ഈ 15 പരിപാടി, ഒരിക്കലും നടപ്പാക്കാൻ പറ്റാത്ത 15 പരിപാടി, ഒരു ഫാക്ടറിയും പ്രവർത്തിക്കരുത്, ബാങ്കുകൾ പ്രവർത്തിക്കരുത്, പ്രവാസികൾ പണം അയക്കരുത് തുടങ്ങി, പട്ടാളക്കാർ ജോലി ചെയ്യരുത്, താവളത്തിലിരുന്നോണം പോലീസുകാർ ജോലി ചെയ്യരുത്, ഇങ്ങനെ ഉള്ള 15 പരിപാടി പ്രഖ്യാപിച്ച നാഹിദ് ഇസ്ലാം ആവശ്യപ്പെട്ടിരിക്കുന്നത് നൊബേൽ ജേതാവായ മുഹമ്മദ് യൂനിസിനെ ഏത് സർക്കാർ വന്നാലും കൊള്ളാം മുഖ്യ ഉപദേഷ്ടാവായിട്ട് വേണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷെ പട്ടാള മേധാവി സലീമുള്ള ഖാൻ എന്ന് പറഞ്ഞ ബുദ്ധിജീവിയെയാണ് പ്രധാനമന്ത്രിയാക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. സലീമുള്ള ഖാൻ ഇടക്കാല മന്ത്രിസഭയായിരിക്കും, അതിൽ എല്ലാ പാർട്ടികളും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവാമി ലീഗ് എന്തായാലും ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി പങ്കെടുക്കാൻ ഒരു സാധ്യതയും അതിൻ്റെ അകത്ത് കാണുന്നില്ല. ഈ അവിടെ നടന്നിരുന്ന ഈ പ്രക്ഷോഭകാരികളെ അടിച്ചമർത്തുന്നതൊക്കെ ഏകാധിപതിയായ ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂട കൊലപാതകങ്ങൾ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ ഇവിടത്തെയൊക്കെ ബുദ്ധിജീവികൾ സാധാരണ പെരുമാറുമല്ലോ, അതുപോലെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് സലീമുള്ള ഖാൻ. അപ്പോൾ സലീമുള്ള ഖാനെയാണ് പട്ടാളം നിർദ്ദേശിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയായിട്ട്. പക്ഷേ ഡോക്ടർ മുഹമ്മദ് യൂനിസിനെ അതിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കണം, മുഖ്യ ഉപദേഷ്ടാവായിട്ട് ആ മന്ത്രിസഭയ്ക്ക് കൊടുക്കണം എന്ന് നാഹിദ് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം പലതരത്തിൽ വ്യാഖ്യാനിച്ചു വരുന്നതായിട്ടും കാണുന്നു. ഈ മന്ത്രിസഭയെ ലീഡ് ചെയ്യേണ്ടത് തന്നെ മുഹമ്മദ് യൂനിസ് ആയിരിക്കണം എന്നുള്ള വ്യാഖ്യാനങ്ങളായിട്ടും വരുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ പാരീസിലാണ് ഉള്ളത്. കാരണം ധാരാളം കേസുകളിൽ ബംഗ്ലാദേശിൽ അദ്ദേഹം പെട്ടു. നോബൽ ജേതാവാണെന്നുള്ളതൊന്നും നോക്കിയിരുന്നില്ല. അദ്ദേഹം വേറെ ആരുടെയോ, പ്രത്യേകിച്ച് അമേരിക്കയുടെ ഒരു പിണിയാളായിട്ടാണ് ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടം കണ്ടിരുന്നത്. അതുകൊണ്ട് ഗ്രാമീൺ ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് 2011 പുറത്താക്കിയിരുന്നു. പുറത്താക്കിയത് കോടതിയിൽ മുഹമ്മദ് യൂനിസ് പോയിട്ട് കോടതി അത് ശരിവെക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ എന്ത് ചെയ്താലും അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് മുഹമ്മദ് യൂനിസ്. ജാമ്യം കിട്ടിയപ്പോഴാണ് പാരീസിലേക്ക് പോയത്. ഇപ്പോൾ പാരീസിലേക്ക് മടങ്ങാണ്, പാരീസിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് മടങ്ങാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള ദി പ്രിൻ്റ് എന്ന് പറഞ്ഞ ഓൺലൈൻ ആയിട്ട് ഇന്നലെ അഭിമുഖ സംഭാഷണം ഉണ്ടായിരുന്നു മുഹമ്മദ് യൂനിസിൻ്റെ. അതിൽ യൂനിസ് പറഞ്ഞിട്ടുണ്ട്, ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ധാരാളം പറഞ്ഞിട്ടുണ്ട്. കുറച്ച് അതിൽ നിന്നുള്ളത് പറയാം. പിതാവിൻ്റെ പൈതൃകം ഷെയ്ഖ് ഹസീന തകർത്തു. അവരുള്ളപ്പോൾ ഇതൊരു അധിനിവേശ രാജ്യമായിരുന്നു, അവരേകാധിപതി ആയിരുന്നു. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യമാണ്. അവരുണ്ടായിരുന്ന കാലത്തും ഇതൊരു അധിനിവേശ രാജ്യമായിരുന്നു, അവർ ഫാഷിസ്റ്റായിരുന്നു. ഞങ്ങൾ ഒരു പ്രതിബദ്ധതയുള്ള സർക്കാരാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അവർ ജനങ്ങൾക്ക് വോട്ടവകാശം പോലും നിഷേധിച്ചു. ഞങ്ങൾ ഗവൺമെൻറ് ഉണ്ടാക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം മറ്റു രാജ്യത്തിന് വിമോചനം കിട്ടി, ഞാൻ മുഖ്യോപദേഷ്ടാവാകാൻ തയ്യാറാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പക്ഷേ ഈ അട്ടിമറിക്കൊക്കെ പിന്നിലുണ്ടായിരുന്ന അമേരിക്ക അത് പ്രിഫർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. 84 വയസ്സായി മുഹമ്മദ് യൂനിസിന്. അപ്പോൾ 190 കേസുകൾ മുഹമ്മദ് യൂനിസിനെതിരെ അവിടെ ഉണ്ടായിരുന്നു. ഇനിയുള്ള ഘട്ടത്തിൽ എന്തായാലും ശിക്ഷയൊന്നും അദ്ദേഹത്തിന് ബാധകമായിരിക്കില്ലല്ലോ. ജനുവരിയിൽ ശിക്ഷ വിധിച്ചിരുന്നു. ആ ശിക്ഷയ്ക്ക് കാരണമായത് തൊഴിൽ നിയമങ്ങൾ അദ്ദേഹം ലംഘിച്ചിരുന്നു എന്നുള്ള ആരോപണമാണ്. മൈക്രോ ഫിനാൻസ് എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം ഗ്രാമീൺ ബാങ്കുകളൊക്കെ സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ ഗ്രാമീൺ ബാങ്കിനും അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾക്കും അദ്ദേഹം ചിറ്റഗോങ് സർവകലാശാലയിലാണ് എക്കണോമിക്സ് ഒക്കെ പഠിച്ചത്. അത് കഴിഞ്ഞ് ഇക്കണോമിക് പ്രൊഫസറായിരുന്നു. നൊബേൽ സമാധാന സമ്മാനം 2006 ഈ ഗ്രാമീൺ ബാങ്കിനും മുഹമ്മദ് യൂനിസിനും ഒക്കെ കൊടുത്തു.
ഇത്തരം സമ്മാനങ്ങളൊക്കെ പലതരത്തിൽ സ്പോൺസർ ചെയ്യപ്പെടുന്നതാണെന്ന് നമുക്കറിയാവുന്നതാണ്. നൊബേൽ സമ്മാനമൊക്കെ ആർക്കൊക്കെയാണ് പലപ്പോഴും കിട്ടുന്നതെന്നൊക്കെ അറിയാം. MD ആയിരുന്നു, ബാങ്കറാണ്, ധനശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന് ധാരാളം ഈ അമേരിക്കയുമായിട്ട് ബന്ധം പലതരത്തിലുള്ളതായിട്ട് നമുക്കറിയാം. 2011 അദ്ദേഹത്തിനെ ഗ്രാമീൺ ബാങ്കിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുമ്പോൾ മേരി റോബിൻസൺ അദ്ദേഹത്തിനെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു, ധനശാസ്ത്രജ്ഞ എന്നുള്ള നിലയ്ക്ക്. അത് കഴിഞ്ഞ് സെനറ്റർ ജോൺ കെറി ഇദ്ദേഹത്തിനെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു. ധാരാളം അമേരിക്കക്കാർ, കൂടുതലും അമേരിക്കക്കാരാണ് പിന്തുണച്ച് വന്നത്. എന്നിട്ട് ഇദ്ദേഹത്തിന് ഗ്രാമീൺ ബാങ്കിൽ പുനഃപ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇതുപോലെ ഒരു പ്രക്ഷോഭവും നടന്നു, ജനങ്ങളുടെ പ്രക്ഷോഭം. അപ്പോൾ ഇതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തതാണെന്നൊക്കെയുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. കോടതിയും കൂടി അത് ശരിവെച്ചു പുറത്താക്കിയത്. അങ്ങനെയാണ് സംഗതികളൊക്കെ ഉണ്ടായത്. ഇദ്ദേഹത്തിന് ധാരാളം സംഭാവനകൾ. അദ്ദേഹം പഠിച്ചത് ഈ 2011 പുറത്താക്കപ്പെട്ട ശേഷം അദ്ദേഹം അമേരിക്കയിലൊരു സ്വകാര്യ സർവകലാശാലയിൽ പഠിച്ചതായിട്ടും രേഖകളിലൊക്കെ കാണുന്നുണ്ട്. ഈ ഗ്രാമീൺ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശികൾ മാത്രമല്ല, സാസ്കിയ ബ്രൂയിസ്ത, സോഫി ഏസൻമാൻ, ഹാൻസ് റീത്ത തുടങ്ങി പല ആളുകളും നേതൃത്വത്തിൽ പേരുകൾ നമുക്ക് കാണാം. യൂനിസിൻ്റെ ഈ സോഷ്യൽ സ്കോളർ ഈ സംഘടനയ്ക്ക് ഇത്തരം ആളുകളുടെയൊക്കെ ധാരാളം പിന്തുണകളും കിട്ടിയിട്ടുണ്ട്, വിദേശ സംഘടനകളുടെയൊക്കെ. അതാണ് യൂനിസിൻ്റെ പശ്ചാത്തലം. സർ, ഈ നോബൽ പ്രൈസ് കൊടുത്തതിനകത്ത് അമേരിക്കൻ ഇടപെടലുണ്ട്, അല്ലെങ്കിൽ മുൻകൂട്ടി ചില കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് അമേരിക്ക അങ്ങനെ അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയെന്ന് നമ്മൾ കരുതിയാൽ തെറ്റാവും? അല്ല, ഒരിക്കലുമില്ല. ഈ മുഹമ്മദ് യൂനുസിൻ്റെ കാര്യത്തിൽ നോബൽ പ്രൈസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി വിവാദങ്ങൾ ഉണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെ കേസിലാണ്. ഏറ്റവും പ്രമാദമായ വിവാദങ്ങൾ. ഒന്നാമത്തെ കാരണം, ഒരു എക്കണോമിസ്റ്റിന് എങ്ങനെയാണ് പീസ് പ്രൈസ് കൊടുക്കുക എന്നുള്ള ചോദ്യം അന്ന് തന്നെ ഉയർത്തപ്പെട്ടതാണ്. അന്ന് അമേരിക്കൻ ഇപ്പോൾ ഈ നോബൽ പ്രൈസിൻ്റെ കമ്മിറ്റി അന്ന് അവർ പറഞ്ഞ അതോറിറ്റി അന്ന് പറഞ്ഞ ന്യായം എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ഏറ്റവും വലിയ സമാധാന പ്രവർത്തനം എന്ന പുതിയ വിശദീകരണമായിട്ട് രംഗത്തും. അങ്ങനെയാണെങ്കിൽ നോബൽ പ്രൈസ് ഫോർ എക്കണോമിക്സ് വേറെ വേണ്ട, അത് മതിയല്ലോ. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിന് കൊടുത്തുകൊണ്ടിരുന്ന നോബൽ പ്രൈസ് ആദ്യമായി അത് സമാധാനത്തിൻ്റെ പ്രൈസായിട്ട് മാറുകയാണ്. അപ്പോൾ തന്നെ ഈ ബംഗ്ലാദേശിൻ്റെ സമാധാന പ്രവർത്തനത്തിൽ പ്രത്യേകമായ താല്പര്യം അമേരിക്കയ്ക്ക് ഉണ്ടെന്ന് ഉറപ്പാണ്. അത് വേറൊന്ന്, അതിൻ്റെ കൂടെ വന്നൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു അറിയില്ല. അപ്പോൾ ഈ ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്ക് അല്ലെങ്കിൽ ആ സാധനം തുടങ്ങുന്നതിൻ്റെ തുടക്കത്തിൽ അമേരിക്കൻ ഗ്രാമീൺ ബാങ്ക് എന്ന് തന്നെയായിരുന്നു അതിൻ്റെ പേരും. അത് കൃത്യമായിട്ട് വന്നതാണ്. അപ്പോൾ ഇതിൽ അമേരിക്കയുടെ താല്പര്യങ്ങളുണ്ട്. വേറൊന്ന്, ഇദ്ദേഹത്തിൻ്റെ വേറൊരു കാര്യം ഇതിൻ്റെ കൂടെ ഞാൻ ഓർക്കുന്നത്, ഇപ്പോൾ ബംഗ്ലാദേശ് വിമോചന സമരകാലത്ത് ഇദ്ദേഹം ഷെയ്ഖ് മുജീബുർ റഹ്മാന് പിന്തുണച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് മുജീബുർ റഹ്മാൻ കൊല്ലപ്പെട്ടിട്ട് സിയാവുർ റഹ്മാൻ അധികാരത്തിൽ വരുന്ന ആ കാലത്താണ് ഇദ്ദേഹം രംഗത്ത് വരുന്നത്. അപ്പോൾ ഇദ്ദേഹം ആരുടെ കൂടെ ആയിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇദ്ദേഹത്തിന് ഷെയ്ഖ് മുജീബുർ റഹ്മാനും അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളോടും. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ഡെമോക്രാറ്റിക് ആയിരുന്നു, സെക്കുലർ ആയിരുന്നു. അദ്ദേഹം ഒരു മതമൗലവാദി ആയിരുന്നില്ല, വലതുപക്ഷക്കാരനായിരുന്നില്ല. ഇന്ത്യയോട് എപ്പോഴും ഫ്രണ്ട്ലി നിലകൊണ്ട ഒരാളാണ്. ആ സഹായം തിരിച്ചും ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ഇന്ത്യയെ സഹോദരൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഏത് കാലത്തും ഇപ്പോൾ 70s ഇന്ദിരാഗാന്ധി എൻ്റെ പെങ്ങളാണ് എന്ന് പറഞ്ഞിരുന്ന കാലമുണ്ട്. അപ്പോൾ ആ കാലം തൊട്ടാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം കൂടി ഈ അദ്ദേഹത്തിൻ്റെ കാര്യം സംശയാസ്പദമാണ്. രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം ഈ ബംഗ്ലാദേശിലെ ഈ ഗ്രാമീൺ ബാങ്ക് മൈക്രോ ഫൈനാൻസ് രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം, ഇന്ത്യയിൽ എന്തുകൊണ്ട്, ആരോ ഒരു പത്രക്കാരൻ അദ്ദേഹത്തോട് ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അന്ന്, എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഇത് ഏറ്റവും ആദ്യം ഇന്ത്യയിൽ ഇന്ത്യ എന്തുകൊണ്ടാണ് സ്വീകരിക്കാത്തത്? മൂന്നാം ലോക രാജ്യങ്ങളിൽ ഇതിന് വലിയ സ്വീകാര്യത നിങ്ങൾ അങ്ങീ പറയുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഇന്ത്യ ഒരു USSR റഷ്യൻ പക്ഷത്താണ്. ആലോചിച്ച് നോക്കൂ, ഇന്ത്യ റഷ്യൻ പക്ഷത്താണെങ്കിൽ ഇദ്ദേഹം ആരുടെ പക്ഷത്താണ്? വളരെ പ്രകടമാണത്. ഒന്ന്. വേറൊന്ന്, ഒരു കാര്യം കൂടി ഓർക്കേണ്ടത്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്ന ഈ അട്ടിമറി അദ്ദേഹം വിമോചന സമരം എന്നൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ, ആ സമരത്തിൻ്റെ പിന്നിൽ പുറത്തു വന്നിരിക്കുന്ന ഒരു പുതിയ വിവരം കൂടിയുണ്ട്. ബംഗ്ലാദേശിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ അവിടെ നടത്തിയ ഈ കുറ്റകരമായ വലിയ ക്രിമിനൽ ആക്ടിവിറ്റീസാണല്ലോ അവിടെ നടത്തിക്കൂട്ടിയത്.
തെരുവ് യുദ്ധങ്ങൾ, വലിയ പൊതു സ്വത്ത് നഷ്ടപ്പെടുത്തൽ, കൊട്ടാരങ്ങൾ, ഓഫീസുകളൊക്കെ തകർക്കൽ, പോലീസ് സ്റ്റേഷനുകൾ തകർക്കൽ വലിയ തോതിൽ നടന്നല്ലോ. ബംഗ്ലാദേശിൻ്റെ ഒരു പ്രത്യേകത, ഈ മാതിരിയുള്ള പൊളിറ്റിക്കൽ ക്രൈം ഒന്നും ഒരു റെജീം മാറ്റം വന്നാൽ കുറ്റകരമല്ലാതായി തീരും. ഒരാളുടെ പേരിലും കേസെടുക്കൂല. ഫോർ എക്സാമ്പിൾ, ഷെയ്ഖ് മുജീബ് റഹ്മാനെയും 40 പേരെയും ഒരുമിച്ച് 75-ൽ കൊന്നല്ലോ. 75-ൽ കൊന്നത്, അതിൻ്റെ പിറ്റേന്ന് അധികാരത്തിൽ വന്ന ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമം എന്താ? ഇമ്മ്യൂണിറ്റിയാണ് എല്ലാവർക്കും. എല്ലാ കുറ്റവാളികൾക്കും ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവരെ ചോദ്യം ചെയ്യാൻ പോലും പാടില്ല. പിന്നല്ലേ കേസെടുക്കൽ, പിന്നല്ലേ FIR, അങ്ങനെ സംവിധാനവും ഇല്ല. അതുകൊണ്ട് ഏത് കാലം വരെ 81-ൽ അന്ന് അഭയം തേടി ഇന്ത്യയിലെത്തിയ ഹസീന 81-ൽ 5-6 കൊല്ലത്തിന് ശേഷം തിരിച്ചുപോയി. അവർക്ക് അവരുടെ രാഷ്ട്രീയ സ്വീകാര്യത വന്നപ്പോൾ അന്നാണ് അന്വേഷണം ആരംഭിക്കുന്നത്. എന്നിട്ട് സാറിന് ഓർമ്മയില്ല, ഇക്കഴിഞ്ഞ കൊല്ലം 2020-ലാണ് ആ കൊലപാതകത്തിലെ അവസാനത്തെ വെച്ചാൽ പ്രധാനപ്പെട്ട കുറ്റവാളികളിൽ 6 പേരിൽ 6ാമത്തെ ആളെ തൂക്കിക്കൊല്ലുന്നത്. അപ്പോഴും അതിൻ്റെ ആസൂത്രകരായ പ്രധാനപ്പെട്ട ആളുകൾ ഒളിവിലാണ്. അവരെവിടെ എന്ന ചോദ്യത്തിന് ഈ കലാപകാലത്ത് പുറത്തു വന്ന പ്രധാനപ്പെട്ട വിവരം, അതിൽ പ്രധാനപ്പെട്ട ഒരാൾ US-ലാണ്, വേറൊരാൾ കാനഡയിലാണ്. അതിലൊരാൾ വളരെ വർഷങ്ങളായിട്ട് 10-40 കൊല്ലമായിട്ട് ബംഗാളിൽ ഒളിച്ചിരുന്ന ആളെ ഇപ്പോഴാണ് ഒരു നാടൻ വൈദ്യനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് അടുത്ത കാലത്താണ് പിടിച്ചത്. അതെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഈ സമരം മുഴുവൻ നടത്തുന്നത്, അങ്ങനെയാണെങ്കിൽ അവാമി ലീഗിനെതിരായിട്ട് സമരം നയിക്കുമ്പോൾ ആ സമരത്തിൽ എവിടെയും ഇല്ലാതെ വിദേശ രാജ്യത്ത് സുഖലോലുവനായി കഴിഞ്ഞു വന്ന ഒരു സയൻറ്റിസ്റ്റ് XOR ആരാവട്ടെ, ഇപ്പോൾ മുഹമ്മദ് യൂനുസിനെ ഈ അട്ടിമറി നടന്നു, അവരെ ഇവിടുന്ന് രാജ്യം വിട്ടു പോയി എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്തേണ്ട കാര്യം, ഞാൻ രാജ്യം നയിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് ഒരു ആഗോള ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ട്. അതിൻ്റെ അമേരിക്കൻ കൈകൾ ഒട്ടും കുറച്ച് കണ്ടുകൂടാ. ഇപ്പോൾ പ്രത്യേകിച്ചും ഇന്ത്യ അമേരിക്കയ്ക്ക് വലിയ ഭക്തിയൊന്നും കൊടുക്കാറില്ല. ഒരു ന്യായമായ പരിഗണനയെ നമ്മൾ പണ്ടും കൊടുത്തിട്ടുള്ളൂ. ചേരിചേരാ രാജ്യമായി നിൽക്കുമ്പോഴും നിവൃത്തികേടുള്ള ഘട്ടത്തിൽ ആരുടെ സഹായമെങ്കിലും തേടിയേ പറ്റുള്ളൂ എന്ന ഘട്ടത്തിൽ നമ്മൾ സോവിയറ്റ് യൂണിയൻ്റെ സഹായമാണ് തേടിയിട്ടുള്ളത്. അപ്പോഴും അമേരിക്കയെ നമ്മൾ മൈൻഡ് ചെയ്തു. മാത്രമല്ല, ആ ബംഗ്ലാദേശ് യുദ്ധം ആസന്നമായ ഘട്ടത്തിൽ നിക്സനെ പോയി കണ്ടു ഇന്ദിരാഗാന്ധി. നിക്സൺ ഇന്ദിരാഗാന്ധിയെ ആ ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടേ 1 മണിക്കൂർ പുറത്ത് കാത്തു നിർത്തി അപമാനിച്ചു. ശരിക്കും ഇന്ത്യയാണല്ലോ അവമാനിച്ചത്, തർക്കമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അമേരിക്കയുടെ ഒരു നിലപാട്, അല്ലെങ്കിലും അമേരിക്കയുടെ ഒരു കൾച്ചർ തന്നെ നമുക്ക് ചേർന്നതല്ല എന്ന് പണ്ട് സ്വാമി വിവേകാനന്ദൻ തന്നെ അവിടെ പോയി പറഞ്ഞതാണ്. ഞങ്ങൾ തമ്മിൽ ഒത്തുപോകില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ അജണ്ടയിലുള്ള ഒരു വാക്ക്, 1893-ലെ പ്രസംഗം ഉണ്ടല്ലോ, നിങ്ങളുടെ അജണ്ടയിലുള്ള ഒരു വാക്ക് ഞങ്ങൾക്ക് പഥ്യമേ അല്ല. അതേതാണ് വാക്ക്? എക്സ്ക്ലൂഷൻ എന്ന വാക്കാണ്. നിങ്ങൾ മനുഷ്യനെ അനങ്ങിയാൽ പുറത്താക്കും, ഉള്ളവനെ മുഴുവൻ എങ്ങനെ പുറത്താക്കാം എന്നാണ് നിങ്ങളുടെ നയം. ഞങ്ങൾക്കതില്ല. ഞങ്ങൾ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു അമ്മയാണ് എൻ്റെ നാട് എന്ന് പറയുന്നുണ്ടല്ലോ. ആ വ്യത്യാസം ഇപ്പോഴും ഉണ്ട്. അമേരിക്കയോട് ഒരു സമദൂരമുണ്ട്. ആ അമേരിക്കയുടെ ഏജൻസി പണി സമർത്ഥമായി ബംഗ്ലാദേശിൻ്റെ മണ്ണിലിരുന്ന് സാമ്പത്തിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും ബൗദ്ധിക രംഗത്തും ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് മുഹമ്മദ് യൂനുസ്. തീർച്ചയായിട്ടും മുഹമ്മദ് യൂനുസ് ഒരു പക്ഷേ അവിടുത്തെ ഒരു തീവ്രവാദി ബംഗ്ലാദേശി നാഷണൽ പാർട്ടിയോ ഒരു ജമാഅത്തെ ഇസ്ലാമിയോ അധികാരത്തിൽ വരുന്നതിനേക്കാൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മുഹമ്മദ് യൂനുസിനെ വരുമെന്ന് അറിയാൻ അതിൻ്റെ ഉറപ്പാണോ സാർ? എങ്ങനെയാണ് മുഹമ്മദ് യൂനുസ് മുഖ്യ ഉപദേഷ്ടാവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ തിരിച്ചു വരുന്നു, ഞാനത് അംഗീകരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വന്ന ശേഷം ചില വ്യത്യാസങ്ങൾ വരാം എന്നാണ് റിപ്പോർട്ടുകളിൽ സൂചനകൾ. കാരണം ഇദ്ദേഹം തന്നെ ഭരണത്തിലേക്ക് വരാം. പക്ഷെ അമേരിക്ക പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മുതലാളി അമേരിക്കയാണല്ലോ. ഒന്നാമത്തെ കാര്യം. പിന്നെ ബംഗ്ലാദേശിൻ്റെയും പാകിസ്ഥാൻ്റെയൊക്കെ ഒരു പാരമ്പര്യം വെച്ചിട്ട് അവിടുത്തെ ഒരു മുഖ്യ ഉപദേഷ്ടാവുക എന്ന് പറഞ്ഞ ഒരു ആത്മീയ നേതാവാകുന്നതിന് തുല്യമാണ്. പിന്നെ ആര് ഭരിച്ചാലും പാവകളായിരിക്കും അവർ. പ്രസിഡന്റ് ആര്, പ്രധാനമന്ത്രി ആര് എന്നുള്ളതാവില്ല. അതുകൊണ്ട് ആപൽക്കരമാണെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ ഈ ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ വരുന്നതിനേക്കാൾ അപകടമാണ് ഇദ്ദേഹം വന്നാൽ. പ്രത്യേകിച്ചും ഇന്ത്യ വിരുദ്ധമായ നീക്കങ്ങൾക്ക് ശക്തി പകരും. ഇന്ത്യയെ ദുർബലമാക്കാനുള്ള നീക്കങ്ങൾക്ക് അമേരിക്കക്കും ഇന്ത്യയിലും ഇടയിൽ വേറൊരു ശക്തി കൂടി ഇപ്പോൾ ഉണ്ട്. അത് ചൈനയാണ്. അവരുടെ താല്പര്യങ്ങളും ഏതാണ്ട് പാകിസ്ഥാൻ്റെ താല്പര്യങ്ങൾ തന്നെയാണ്. പക്ഷെ കേരളം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കോവിഡ് കാലത്ത് നമ്മുടെ ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്തതായിട്ടൊക്കെ രാജ്യാന്തര ഗാർഡിയൻ പത്രത്തിലുമൊക്കെ, തൊഴിലാളി വർഗ പത്രമാണല്ലോ, പക്ഷെ ഗാർഡിയൻ ഉണ്ടാക്കിയ ആള് വലിയ അടിമക്കച്ചവടം ഒക്കെ ആഫ്രിക്കയിൽ ചെയ്തതാണെന്ന് അടുത്ത കാലത്ത് പുറത്തു വന്നു. അതോടുകൂടി വെള്ളത്തിലായിപ്പോയി. ഈ KK ശൈലജയെ അദ്ദേഹം വിളിച്ച് അഭിനന്ദിച്ചു, പ്രശംസിച്ചു എന്നൊക്കെ വാർത്ത വന്നിരുന്നു.
നമ്മുടെ സത്യത്തില് അപ്പൊ CPM-ന്റെ പിന്തുണ പോലും മുഹമ്മദ് യൂനുസിന് കിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. സാധ്യതയില്ല. മാത്രമല്ല ഈ മൈക്രോ ഫൈനാൻസിന്റെ ആചാര്യനാണ് നമ്മുടെ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക് സാറ്. അപ്പോൾ ഐസക് സാറ് മാത്രമല്ല ഈ വലിയ നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹ്യ വിപ്ലവത്തിൽ വലിയ കുതിച്ചുചാട്ടമായിട്ട് ചൂണ്ടിക്കാണിച്ച് കൊണ്ടുവന്നതാണ് കുടുംബശ്രീ. കുടുംബശ്രീയുടെ അടിസ്ഥാന പണി എന്താ? ഈ മൈക്രോ ഫൈനാൻസ് സംവിധാനമാണ്. സാർ ആരോ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വെള്ളാപ്പള്ളി നടേശന് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇത് അദ്ദേഹം നടപ്പാക്കി. അതെ, എൻ്റെ അഭിപ്രായം എങ്ങനെയാണ്, മുഹമ്മദ് യൂനുസിന് മൈക്രോ ഫിനാൻസിൽ നൊബേൽ സമ്മാനം കൊടുക്കാമെങ്കിൽ വെള്ളാപ്പള്ളി നടേശന് മുമ്പേ കിട്ടേണ്ടതാണ്, നേരത്തെ കൊടുക്കേണ്ടതാണ്. അതാണ്. അപ്പൊ ഇവരുടെയൊക്കെ ആചാര്യസ്ഥാനത്ത് വരും മുഹമ്മദ് യൂനുസ്. അതിപ്പോ ടീച്ചർക്ക് മാത്രമല്ല, ഈ തോമസ് ഐസക് സാറിന്, ഇവർക്കൊക്കെ ആചാര്യസ്ഥാനത്ത് വരും. പക്ഷെ ആത്യന്തികമായി ആരുടെ താല്പര്യങ്ങളാണ് നമ്മുടെ സാമ്പത്തിക രംഗത്തേക്ക് ഇവർ ഒളിച്ചു കടത്തുന്നത് എന്നത് അതുവഴി നമ്മുടെ രാഷ്ട്രീയ ഘടനയിൽ കണ്ണുവെച്ചുകൊണ്ടാണ്. എന്തിനാണ് ബംഗ്ലാദേശ് ഗ്രാമീണ ബാങ്ക് എന്ന പേരിൽ, അമേരിക്കൻ ഗ്രാമീണ ബാങ്ക് എന്ന പേരിൽ തുടങ്ങിയിട്ട് പിന്നീട് അത് ബംഗ്ലാദേശ് ഗ്രാമീണ ബാങ്കായി, പിന്നീട് ബംഗ്ലാദേശിൻ്റെ ആസൂത്രണ കമ്മീഷൻ ഇദ്ദേഹമായി തീർന്നു. അതെ, ബംഗ്ലാദേശിൻ്റെ ആസൂത്രണ കമ്മീഷൻ. പിന്നെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഭരണകൂടം മാറിയപ്പോൾ എനിക്കിത് മടുത്തു എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിയിൽ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലുണ്ട്. ഭയങ്കര രസമുള്ള കാര്യമാണ്. എന്തായാലും നമ്മൾ നേരത്തെ ഇവിടെ ഒരു ചർച്ച ചെയ്തതാണ് USAID എന്ന് പറയുന്ന സംഘടന എങ്ങനെയാണ് അവിടെ അട്ടിമറികൾ നടത്തുന്നത് എന്നുള്ള കാര്യം. USAID-ന്റെ സത്യമാണ്. USAID തീർച്ചയായിട്ടും ഇതിന് കിട്ടിയിരിക്കണം, ഈ സമരത്തിന് തീർച്ചയായിട്ടും കിട്ടിയിരിക്കണം. ആ USAID-ന്റെ ബുദ്ധി കേന്ദ്രം മുഹമ്മദ് യൂനുസായിട്ട് പ്രവർത്തിച്ചിരിക്കണം. അതുകൊണ്ട് ആത്യന്തികമായി എൻ്റെ ലക്ഷ്യം ഒരു രാഷ്ട്രീയ അട്ടിമറി ആയിരുന്നിരിക്കണം. അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ ഒരു നില. ചുരുക്കം പറഞ്ഞാൽ അമേരിക്ക ഇവിടെ കൃത്യമായി ഫണ്ട് എടുത്ത് ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഈ പ്രക്ഷോഭകാരികൾക്ക് വേണ്ട ഊർജ്ജം എല്ലാം നൽകിയത് ഈ അമേരിക്കൻ ഫണ്ടാണെന്നല്ലേ സാർ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം? അതെ. അതുകൊണ്ട് ശൈലജയെ പ്രശംസിച്ച യൂനിസ് വരുന്നതിൽ CPM സെക്രട്ടേറിയറ്റ് ഒരു പ്രതിഷേധ പ്രമേയം പാസ്സാക്കേണ്ടതാണ് എന്നെനിക്ക് അഭിപ്രായം. എന്തായാലും വരും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബംഗ്ലാദേശിൻ്റെ മേധാവി അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രത്തലവൻ ആരാണെന്നുള്ളത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.